നമുക്ക് പ്രാർത്ഥനയോട് നമുക്ക് പുറപ്പാട് പുസ്തകം പഠിക്കുവാൻ ഇടയായി തരട്ടെ. ഞാൻ വളരെ സാവകാശമായിട്ടാണ് പറയുന്നത്. ധൃതി കൂടി പോകുന്നെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങളത് കുറിച്ചെടുക്കണം. അത് നിങ്ങൾക്ക് അത് പ്രയോജനകരമായിരിക്കും. കർത്താവിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് സകലത്തിന്റെയും ഒരു ഉത്ഭവത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ ഉത്ഭവത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഒരു പ്രധാനമായ ആത്മീക കാര്യം മനുഷ്യന്റെ വീഴ്ചയാണ്. മനുഷ്യന്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടുപോയി, പാപിയായി തീർന്നു. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ആകെ തുക എന്ന് പറയുന്നത്. ദൈവം എല്ലാം ഭംഗിയായി സൃഷ്ടിച്ചു, പക്ഷെ മനുഷ്യന്റെ സൃഷ്ടി അതിലും ഭംഗിയായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപത്തിൽ വീണുപോയി. ഈ പാപത്തിൽ വീണുപോയ മനുഷ്യനെ ഈ രക്ഷിച്ചെടുക്കുന്ന ഒരു മാർഗം അഥവാ വീണ്ടെടുപ്പ് എന്ന് പറയും, റിഡംഷൻ. ആ റിഡംഷൻ എന്നുള്ള പ്രത്യേക പദപ്രയോഗം, വീണ്ടെടുപ്പ്, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, അതാണ് പുറപ്പാട് പുസ്തകത്തിലെ വിഷയം. പാപത്തിൽ വീണുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക. അപ്പൊ പുറപ്പാട് പുസ്തകം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് അതിന്റെ മെയിൻ വിഷയം അതാണ്. പുറപ്പാട് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ വിഷയം അത് റിഡംഷൻ എന്നുള്ളതാണ്, വീണ്ടെടുക്കുക അഥവാ വീണ്ടെടുപ്പ് എന്നുള്ളതാണ് പുറപ്പാട് പുസ്തകത്തിലെ മെയിനായ വിഷയം വരുന്നത്. അത് ഒരു രൂപകാലങ്കാരത്തിൽ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജനം മിസ്രൈമിലായിരുന്നു, ജനത്തെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിന് കാരണമായി തീർന്നത് അവിടെ ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു ഓരോ കുടുംബത്തിലും. അങ്ങനെ 430 വർഷം അടിമത്തത്തിൽ കിടന്ന ജനത്തെ മോശ മുഖാന്തരം വീണ്ടെടുത്തു. അപ്പോൾ പുറപ്പാട് പുസ്തകം എന്ന് കേൾക്കുന്നുടനെ നമ്മുടെ ഓർമ്മയിൽ ഓടി വരേണ്ടത് പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. ഈ പുസ്തകത്തിന് ഈ പുറപ്പാട് എന്ന പേര് വരുവാൻ കാരണം എക്സോഡസ് എന്ന് കൊടുത്തിരിക്കുന്നത് സെപ്റ്റുവജന്റിന്റെ ഒരു തർജ്ജമയാണ്. എക്സോഡസ് അതിന്റെ ഒറിജിനൽ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദി വേ ഔട്ട്, ദി വേ ഔട്ട്, പുറപ്പെട്ടു പോകുക, പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് അതിന്റെ മലയാള മീനിങ്. എക്സോഡസ് എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു പോകുക. ഈ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ മിസ്രൈമിൽ നിന്നുള്ള വിടുതലിനോടുള്ള ബന്ധത്തിലാണ്. അത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അതിന്റെ 22-ാം വാക്യത്തിൽ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നോക്കട്ടെ, ആ വാക്യം ഒന്ന് വായിക്കാം. പെട്ടെന്ന് വായിക്കണമെങ്കിൽ നമുക്ക് അല്പം മുന്നോട്ട്. വിശ്വാസത്താൽ ജോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. ആമേൻ. മതി, അത്രയും മതി. യോസഫ് മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ കുറിച്ചുള്ള കൽപ്പന കൊടുത്തു. ഇവിടെയാണ് പുറപ്പാട് എന്ന പദം വരുന്നത്. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ പുറപ്പാട് എന്ന് പറയുവാൻ കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇതാണ്, ഇവിടെയാണ് ആദ്യം പറയുന്നത്. അതെ, മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാട്. അപ്പൊ അത് അനുയോജ്യമായ ഒരു പദമായിട്ട് അതെ പുറപ്പാട് പുസ്തകം എന്ന് നമ്മൾ വായിക്കുകയാണ്. നമ്മൾ ചോദിക്കട്ടെ, ആരാ ഈ പുസ്തകത്തിനൊക്കെ പേര് കൊടുത്ത ഇങ്ങനെ? ആ പേര് വരുവാൻ കാരണം ഇതാണ്, ജനത്തിന്റെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാട്, എക്സോഡസ്. ഓക്കെ, ദി വേ ഔട്ട്, അവിടെ നിന്നുള്ള പുറപ്പാട് കൊണ്ടാണ് അവരെ ആ പേര് വരുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. ഏറ്റവും അന്വർത്ഥമായ ഒരു പേരാണ് ഇതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
പല പ്രാവശ്യം ഈ പേര് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെയും ആവർത്തിക്കുന്നുണ്ട്. അവരവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു. രണ്ടാമത്, ഈ പുസ്തകം ആരാണ് എഴുതിയത്? നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളെ നമ്മൾ ഒരു ചുരുൾ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ മോശയുടെ പഞ്ചഗ്രന്ഥം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥം എന്നാണ് വിളിക്കുന്നത്. ഈ പഞ്ചഗ്രന്ഥം എന്ന് പറയുന്നത് എഴുത്തുകാരൻ പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത് മോശയാണെന്നാണ്. ഈ പുറപ്പാട് പുസ്തകം എഴുതിയത് മോശയാണെന്ന് ആധികാരികമായി പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിൽ വലിയ ഒരാൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 26-ാമത്തെ വാക്യം. എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പട ഭാഗത്തെ ദൈവം അവനോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. കർത്താവ് ചോദിക്കുകയാണ്, മുൾപ്പടർപ്പിന്റെ ഭാഗത്ത് വെച്ച് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും എന്ന് പറഞ്ഞ ആ മോശയുടെ പുസ്തകത്തെ നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അപ്പോ ഇത് എഴുതിയിരിക്കുന്ന പുറപ്പാട് പുസ്തകത്തിലാണ്. അതിന് മോശയുടെ പുസ്തകം എന്നാ പറയുന്നത്. മോശയുടെ പുസ്തകം എന്ന് പറയണമെങ്കിൽ പുറപ്പാട് പുസ്തകം എഴുതിയത് മോശയാണ്. ഇനി വേറെ വലിയ തെളിവിനൊന്നും നമ്മൾ ഓടി നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു പുറപ്പാട് പുസ്തകത്തിന്റെ ഓതർ മോശയാണ് എന്ന് പറഞ്ഞു. ഇനിയും കർത്താവ് പറഞ്ഞ വേറൊരു പ്രയോഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 24-ന്റെ 44-ൽ, പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണം, മോശയുടെ ദ ലോ ഓഫ് മോസസ്, മോശയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ആദ്യത്തെ 5 പുസ്തകങ്ങളാണ്. അതാണ് മോശയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇതിന്റെ പേര് ഒന്നിച്ച് വിളിക്കുന്നതാണ് മോശയുടെ ന്യായപ്രമാണം. അപ്പോൾ ഈ മോശയുടെ ന്യായപ്രമാണത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. അപ്പൊ ഈ 5 പുസ്തകവും എഴുതിയത് മോശയാണെന്ന് സാക്ഷ്യം രേഖപ്പെടുത്തി ആധികാരികമായി അതിനെ ഉറപ്പിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ പുസ്തകം എഴുതിയതിന്റെ പർപ്പസ് എന്താണ്, എന്തിനാ എഴുതിയത് എന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഒന്ന്, മിസ്രൈമിൽ യാക്കോബിന്റെ സന്തതികൾ 75 പേരാണ് ചെന്നത്. പക്ഷേ ആ 75 പേർ അവിടേക്ക് പോകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ദൈവം അബ്രഹാമിനോടൊരു കവനന്റ് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഉടമ്പടി. ആ ഉടമ്പടിയിൽ 3 പ്രധാന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 പ്രധാന കാര്യങ്ങൾ ദൈവം നിവർത്തിച്ചു എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. ഒന്നാമത് നിങ്ങൾ വായിക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളാണ്. നോക്കാട്ട്, അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും.
അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ഓക്കെ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഉടമ്പടി എന്താണ്? നിന്റെ സന്തതി അന്യമല്ലാത്ത ദേശത്ത് ചെന്ന് പാർക്കും, അവിടെ അവർ വർദ്ധിക്കും, അവിടുത്തെ ജനം അവരെ പീഡിപ്പിക്കും, അതിനുശേഷം അവർ അവിടുന്ന് സമ്പൽ സമൃദ്ധിയുള്ളവരായി തീർന്നിട്ട് അവർ അവിടുന്ന് പുറപ്പെട്ടു പോകും. ഇത് സംഭവിക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകത്തിലെ ഈ കാര്യം സംഭവിച്ചേ ഒക്കത്തുള്ളൂ. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 7-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഇവിടെ പറയുന്ന ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു. ജനം പെറ്റുവരിക എന്നതിന്റെ അർത്ഥം. സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു. 2, അവർ പെരുകി ബലപ്പെട്ടു, മറ്റുള്ളവരെക്കാൾ അവർ സംഖ്യാബലത്തിൽ വലിയവരായി തീർന്നു. 3, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഗോശൻ ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. അടുത്തത് 9-ാം വാക്യം നോക്കിയാട്ട്. ഇസ്രായേൽ ജനം നമ്മളെക്കാൾ, അവൻ തന്റെ ജനത്തോടെ ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ടൊരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത ഈ രാജ്യം വിട്ടുപോയിക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അടുത്തത്, അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി അവർ മതി. എന്താ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ എന്താ? നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അല്ല, അവിടെ പാർക്കും, അവർ വർദ്ധിക്കും, അവർ സമ്പന്നരായി തീരും, ഒടുവിൽ അവർ പീഡിപ്പിക്കപ്പെടും. ഇതെല്ലാം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ദൈവം പറഞ്ഞ വാക്കുകളുടെ നിവർത്തിയാണ് ഇവരവിടുന്ന് പോരണമെന്നുള്ളത്, ഇവരവിടെ വർദ്ധിക്കണമെന്നുള്ളതും, ഇവരെ സമ്പന്നരായി തീരണമെന്നുള്ളതും, അവരവിടുന്ന് പോരണമെന്നുള്ളതും ദൈവിക വാഗ്ദത്തമാണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, വേദപുസ്തകം ദൈവനിശ്വാസ്യമാണ്. കാരണം അബ്രഹാമിനോട് പറഞ്ഞ കാര്യം തലമുറകൾ കഴിഞ്ഞപ്പോൾ സംഭവിക്കുകയും അത് നിവർത്തിക്കുകയും ചെയ്തു എങ്കിൽ വേദപുസ്തകം ഒരിക്കലും അമ്മുമ കഥയല്ല, ഇത് കെട്ടുകഥയല്ല, ഇത് ദൈവനിശ്വാസ്യമായ ഒരു പുസ്തകമാണെന്ന് നമുക്ക് വിശ്വസിപ്പാൻ ഇടയായി തീരും. രണ്ടാമത്തെ കാര്യം, മറ്റ് പഴയ നിയമ പുസ്തകങ്ങളിൽ ഏതിനേക്കാളും ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം പുറപ്പാട് പുസ്തകമാണ്. മറ്റേത് പുസ്തകത്തെക്കാളും അത്ഭുതങ്ങൾ എഴുതിയിരിക്കുന്ന, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം പുറപ്പാട് പുസ്തകമാണ്. അതിൽ കൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദൈവം തന്റെ പ്രവൃത്തിയിലൂടെ ദൈവം ആരാണെന്ന് വെളിപ്പെടുന്നു. ദൈവം തന്റെ പ്രവൃത്തിയിലൂടെ ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. ഇത് പുറപ്പാട് പുസ്തകം പഠിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാക്കാനൊക്കെ. ആദ്യ തൊട്ട് അവസാനം വരെ ദൈവത്തിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമായി വെളിപ്പെട്ടു വരുന്ന കാണാൻ കഴിയും. അതിൽ കൂടെ ദൈവം ആരാണെന്ന് വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ വാക്കുകളിൽ കൂടെയല്ല, പിന്നെയോ ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെ ദൈവം ആരാണെന്ന് വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം, പുറപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക മാത്രമല്ല, ദൈവം തന്റെ ജനത്തിന് കൃത്യമായ ഒരു പ്രമാണം കൊടുത്ത് ആരാധന സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
മറ്റാർക്കും ഇല്ലാത്ത ഒരു നിയമവും ചട്ടവും തന്റെ ജനത്തിന് കൊടുത്ത് ദൈവം ഒരാരാധന ജനത്തിന് നടുവിൽ സ്ഥാപിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അത് മറ്റു പുസ്തകത്തിലില്ല. പുറപ്പാട് പുസ്തകത്തിന്റെ വിശേഷത ഏതാണ്? എന്താ ദൈവം കൊടുത്ത നിയമം? നമ്മൾ പറയുന്ന അതിനൊരു ചുരുക്കി പറയുന്നതാണ് 10 കൽപ്പന. തുടർന്ന് വരുന്നതായ ന്യായപ്രമാണം, ദൈവിക വ്യവസ്ഥകൾ. ഇത് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ നിയമ സംഹിതകൾ നൽകുന്നത് പോലെ, എഴുതി വെച്ചിരിക്കുന്നത് പോലെ. ഇപ്പൊ ഇന്ത്യക്ക് ഒരു നിയമ സംഹിതയുണ്ട്. എത്ര കടന്ന് ഉച്ചകൂട്ടി ആരെല്ലാം മറിഞ്ഞാലും നിയമം വിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം പാർലമെന്റിൽ എന്ത് വന്നാലും അവർ ഉടനെ എടുത്തിടുന്ന എന്താണ്? നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമുക്കത് ചെയ്യാനൊക്കും. ഇതുപോലെ സാർവത്രികമായ ഒരു നിയമ സംഹിത എബ്രായ ജനത്തിന് എഴുതി കൊടുത്ത് ഒരു നിയമ സംഹിത സ്ഥാപിച്ചുകൊണ്ട് അത് ദൈവം ഒരു ആരാധനയുടെ ക്രമം ജനത്തിന് മനസ്സിലാക്കി കൊടുത്തത് പുറപ്പാട് പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാനുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചു. പക്ഷേ ഈ കാര്യം ഇവിടെയാണ് വരുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവത്തിന്റെ അരുളപ്പാട് ശരിയാണെന്ന് സ്ഥാപിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്ത കാര്യം ശരിയാണ്, സത്യമാണെന്ന് പ്രൂവ് ചെയ്യുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. 2, മറ്റേത് പുസ്തകങ്ങളെക്കാളും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തെളിയിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ കൂടെയാണ്. 3, ദൈവത്തിന്റെ നിയമവും ദൈവത്തിന്റെ ആരാധനയും സ്ഥാപിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. ഈ 3 പ്രത്യേകത കുറഞ്ഞ പക്ഷം നമ്മൾ ഓർത്തെഴുതാൽ പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എങ്കിലും ഞാനത് ചുരുക്കി പറയുകയാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ നിശ്ചയമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. ഇനി പുറപ്പാട് പുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് ഒരു സാദൃശ്യ രൂപം അല്ലെങ്കിൽ പ്രതിരൂപ പുസ്തകമാണ്. പുറപ്പാട് പുസ്തകം ഒരു പ്രതിരൂപ പുസ്തകമാണ്, അല്ലെങ്കിൽ നിരവധി സാദൃശ്യങ്ങൾ പറയുന്നു. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിച്ച് അങ്ങോട്ട് അവസാനിപ്പിച്ചപ്പോൾ യോസഫിനെ കുറിച്ച് പഠിച്ചു. യോസഫ് ഒരു മനുഷ്യനാണ്, പക്ഷേ ആ മനുഷ്യൻ ആർക്ക് സാദൃശ്യമാണെന്ന് നമ്മൾ പഠിച്ചു? യേശു ക്രിസ്തുവിന് സാദൃശ്യമാണ്. ഇതുപോലെ അതെ, എക്സോഡസ് എന്ന് പറയുന്നതിനകത്ത് ടൈപ്പോളജി എന്ന് പറയുന്ന ഒന്നുണ്ട്, അതായത് പ്രതിരൂപം എന്ന് പറയും. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമ വെളിച്ചത്തിൽ ആത്മികമായ ചില പ്രതിരൂപങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാൻ കഴിയും. അതിന് ടൈപ്പോളജി എന്നാണ് പറയുന്നത്, അതായത് നിഴലും പൊരുളും. 1, മിസ്രൈമിനെ കുറിച്ച് ഇതിനകത്ത് സംസാരിക്കുന്നു. ജനം മിസ്രൈമിലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈജിപ്തിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഭൗതിക ലോകത്തെ കുറിക്കുന്നു. ലോകം ദൈവജനത്തെ അതിനകത്ത് അടിമകളാക്കുവാനാണ് നോക്കുന്നത്. ഈജിപ്റ്റ് ജനത്തെ അടിമകളാക്കുകയായിരുന്നു. അപ്പോൾ ഈജിപ്ത്, മിസ്രൈം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരേണ്ടത് ഈ ലോകത്തിന് സാദൃശ്യമാണ്. ജനത്തെ ഈജിപ്റ്റ് അല്ലെങ്കിൽ മിസ്രൈം പാപത്തിന് അടിമകളാക്കുകയാണ്. നമ്പർ 1. നമ്പർ 2, മിസ്രൈമിന്റെ ഭരണാധികാരികളുടെ പേരാണ് ഫറവോ. അതൊരാളിന്റെ പേരല്ല, അവിടെ ഭരിച്ച രാജാക്കന്മാർക്ക് പൊതുവെ കൊടുത്തിരിക്കുന്ന ഒരു കുടുംബ പേരാണ് ഫറവോ എന്ന് പറയുന്നത്. ഫറവോ സാത്താന് പ്രതിരൂപമാണ്. ഈ ലോകത്തിന്റെ ദൈവം എന്ന് വിളിക്കുന്നത് സാത്താനെയാണ്. അന്നത്തെ ഏറ്റവും വലിയൊരു രാഷ്ട്രമാണ് മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റ്. ആ ഈജിപ്തിനെ ഭരിച്ച ഫറവോ എന്താണ് ചെയ്തതെന്നറിയാമോ? ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കാതെ അടിമവേലയ്ക്ക്
അകത്തിട്ട് ജനത്തെ നശിപ്പിക്കുവാൻ നോക്കുകയാണ്. ഇന്നും ഇതാണ് നടക്കുന്നത്. ദൈവത്തെ ആരാധിപ്പാൻ തന്റെ ജനത്തെ വിട്ടയക്കാതെ അവന്റെ അധീനതയിലിട്ട് സത്യം മനസ്സിലാക്കാതിരിക്കേണ്ടതിന് ശത്രു അല്ലെങ്കിൽ പിശാച് ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ രണ്ടാമത് പഠിക്കേണ്ടത് അവിടുത്തെ ഭരണാധികാരിയാണ്, ഫറവോ. മൂന്നാമത്തെ കാര്യം, ഇസ്രയേൽ എന്ന് പറയുന്ന ജനത്തെ കുറിച്ചാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള വിഷയം. ഇസ്രയേൽ അഥവാ എബ്രായ ജനം. ഇസ്രയേൽ സഭയ്ക്ക് പ്രതിരൂപമാണ്. ഇസ്രയേൽ പുതിയ നിയമസഭയ്ക്ക് പ്രതിരൂപമാണ്. കാരണം ഇസ്രയേൽ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു, മരുഭൂമിയിലെ തീർത്ഥാടകന്മാരായി തീർന്നു, ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടു, അവരുടെ വാഗ്ദത്ത നാട്ടിൽ അവരെത്തിച്ചേർന്നു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയാം, ഇസ്രയേൽ സഭയ്ക്ക് പ്രതിരൂപമാണ്. മിസ്രയീമിൽ അവർ അടിമകളായിരുന്നു. അവരവിടുന്ന് വിടുവിക്കപ്പെട്ടു. അവർ ചെങ്കടൽ കടന്നു. 40 വർഷം മരുഭൂമിയിലായിരുന്നു. അവരവരുടെ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേർന്നു. ഇതുപോലെ പാപത്തിന് അടിമകളായിരുന്ന എന്നെയും നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തു വിടുവിച്ചു. നാം ഇന്ന് സിയോൻ സഞ്ചാരികളാണ്, പിൽഗ്രിംസ് ആണ്. നാം ഒരു ദിവസം നമ്മുടെ നിത്യനാട്ടിൽ എത്തിച്ചേരേണ്ടവരാണ്. ഇതൊരു പ്രതിരൂപമാണ്. ഇത് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. ഓക്കെ. നാലാമത്തെ കാര്യം, മോശ. അവരുടെ വീണ്ടെടുപ്പുകാരനായി നിന്നത് മോശയാണ്. മോശ ആദ്യമായി ഇറങ്ങി ചെല്ലുന്നത് അവരുടെ സഹോദരന്മാരുടെ ഇടയിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ അവർ അവനെ തള്ളിക്കളഞ്ഞു. നീ ഞങ്ങൾക്ക് ന്യായാധിപതി ആയിരിക്കുന്ന എന്തിനെന്ന് ചോദിച്ച് അവർ മോശയെ തള്ളിക്കളഞ്ഞു. മോശ അവിടുന്ന് ഓടിപ്പോയി. 40 വർഷം കഴിഞ്ഞതിന് ശേഷം മോശ തിരിച്ചു വന്നു, ഹോരേബിലെ ദർശനത്തിന് ശേഷം. അന്ന് ഇസ്രയേൽ മോശയെ അംഗീകരിച്ചു. മോശ അവർക്ക് വീണ്ടെടുപ്പുകാരനായി തീർന്നു. ഇതുപോലെ ക്രിസ്തുവിനെ നോക്കുക. ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവരെ അംഗീകരിച്ചില്ല, അവർ അവനെ തള്ളിക്കളഞ്ഞു. എന്നാൽ ഇനിയും കർത്താവ് മടങ്ങി വരുമ്പോൾ യഹൂദജാതി കർത്താവിനെ അംഗീകരിക്കും. അവൻ അവരുടെ വീണ്ടെടുപ്പുകാരനായി മാറും. അപ്പൊ മോശ ക്രിസ്തുവിന് സാദൃശ്യമാണ്. മോശ ഒരു പ്രവാചകനാണ്. മോശ ഒരു പുരോഹിതനാണ്. മോശ ഒരു മഹാപുരോഹിതനാണ്. മോശ ഒരു രാജാവാണ്. ഇതെല്ലാം മോശയിൽ നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. മോശ ഒരു പ്രവാചകനാണ്. മോശ ഒരു വീണ്ടെടുപ്പുകാരനാണ്. മോശ അവരുടെ ഒരു പുരോഹിതനാണ്. മോശ അവരുടെ ഒരു മധ്യസ്ഥനാണ്. മോശ അവരുടെ മഹാപുരോഹിതനാണ്. ഇതെല്ലാം മോശയിൽ കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്തു ഇതേ നിലയിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ മഹാപുരോഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രാജാതി രാജാവാണ്. അടുത്തത് 5-ാമത്തെ കാര്യം പെസഹയാണ്. എല്ലാവർക്കും അറിയാം, പുറപ്പാട് 12-ാം അധ്യായത്തിലെ വിഷയമാണ്. പെസഹ എന്ന വാക്കിനർത്ഥം കടന്നുപോക്കെന്ന. പാസ് ഓവർ, കടന്നുപോക്ക്. എവിടുന്നുള്ള കടന്നുപോക്കാണ്? മിസ്രൈമിൽ നിന്നുള്ള കടന്നുപോക്ക്, പാസ് ഓവർ. ആ കടന്നുപോക്കിന് നിദാനമായി നിന്ന് എന്താണ്? ഓരോ വീടിനും ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടി അറുക്കപ്പെട്ടു. അതെന്താണ്? കോരിന്ഥ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു അത്രേ. അപ്പൊ പെസഹ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. പെസഹ, പാസ് ഓവർ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഒരിക്കലായി ഓരോ വീടിനും
ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഓരോ വീടിന്റെയും കട്ടിൽക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം തളിച്ചു. ഓരോ വീടും സംഹാരകൻ ഒഴിഞ്ഞുപോയി. ഓരോ വീടും വിടുവിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി കാൽവറിയിൽ ഏകജാതമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിൽ വിശ്വസിച്ചത് കൊണ്ട് നമുക്ക് പാപമോചനം ലഭിപ്പാൻ, വീണ്ടെടുപ്പ് ലഭിപ്പാൻ ഇടയായി. കർത്താവിടെ മരിച്ചെന്ന് എല്ലാവർക്കും അറിയാം. അത് എല്ലാവരും പ്രസംഗിക്കുന്ന കാര്യമാണ്. ആണ്ടുതോറും അത് കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരും രക്ഷിക്കപ്പെടുകയില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ ഒരു ഉത്സവം പോലെ നടക്കുന്നല്ലാതെ ആരും രക്ഷിക്കപ്പെടുകയില്ല. ഇതെന്തൊരു കാര്യമാണ്. രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിൽ വിശ്വസിക്കണം. വ്യക്തിപരമായി വിശ്വസിക്കണം. അപ്പോൾ മാത്രമേ രക്ഷയുള്ളൂ. വേണമെങ്കിൽ മൈക്കും വെച്ചുകെട്ടി പാട്ടും പാടി യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാം, മരണത്തെ കുറിച്ച് പ്രസംഗിക്കാം, നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചെന്ന് പറയാം. ഇതൊക്കെ പറഞ്ഞു പിടിപ്പിക്കുകയുള്ളൂ. എന്നാൽ സ്നേഹിത, സഹോദര, സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് വ്യക്തിപരമായി വിശ്വസിക്കണം. ഓരോ കുടുംബത്തിനും ഓരോ കുഞ്ഞാട് അറുക്കപ്പെട്ടേ ഒക്കത്തുള്ളൂ. ഓരോ വ്യക്തിയും വ്യക്തിപരമായി ക്രിസ്തുവിനെ അംഗീകരിക്കണം. ആറാമത്തെ കാര്യം അവരുടെ ചെങ്കടൽ തരണമാണ്. അവർക്ക് വേണ്ടി ഒരു ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. ഒന്ന്, അത് മരണ പുനരുത്ഥാനത്തെ കാണിക്കുന്നതാണ്. ചെങ്കടൽ പിളർന്നു, ജനം അക്കരെ കയറി. വീണ്ടെടുപ്പ് കഴിഞ്ഞ് അവർക്കൊരു മരണ പുനരുത്ഥാനം ഉണ്ടെന്ന് അവരെ കാണിക്കുകയാണ്. രണ്ടാമത്, ചെങ്കടൽ ഒരു സ്നാനത്തെ കാണിക്കുകയാണ്. വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ അവർക്കൊരു സ്നാനമുണ്ട് എന്ന് കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്, മിസ്രയീമിനോടുള്ള ഒരു വേർപാടിനെ കാണിക്കുകയാണ്. വീണ്ടെടുക്കപ്പെട്ടവർ മിസ്രയീമിനോട് വേർപെടണം. ഇനി അങ്ങോട്ട് മടങ്ങിപ്പോകരുത്. പിളർക്കപ്പെട്ട ചെങ്കടൽ അവരക്കരെ കയറിയപ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിൽ വന്നു. ഇനിയും മിസ്രയീമിലേക്ക് തിരിഞ്ഞു പോകരുത്. വീണ്ടെടുക്കപ്പെട്ടവർക്ക് ഒരു വേർപാടുണ്ടെന്ന് ഇത് കാണിക്കുന്നു. 3 കാര്യമാണ് പറഞ്ഞത്. വീണ്ടെടുക്കപ്പെട്ടവർക്ക് ഒരു പുനരുത്ഥാനമുണ്ടെന്ന് കാണിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവർക്ക് ഒരു സ്നാനമുണ്ടെന്ന് കാണിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവർക്ക് ഒരു വേർപെട്ട ജീവിതമുണ്ടെന്ന് കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ചെങ്കടൽ നമ്മളെ കാണിക്കുന്നത്. ഏഴാമത്തെ കാര്യം, മരുഭൂമിയിൽ അവർ ഭക്ഷിച്ച മന്നായാണ്. ഈ മന്നായെ കുറിച്ച് കർത്താവ് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. അവിടെ കർത്താവ് പറഞ്ഞു, ഞാനാണ് സ്വർഗത്തിൽ നിറങ്ങി വന്ന മന്ന. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർ മരുഭൂമിയിൽ മരിച്ചുപോയി. എന്നാൽ എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. കർത്താവിനെ കടിച്ചു പറിച്ച് തിന്നാനല്ല കർത്താവ് പറഞ്ഞത്. പിന്നെയോ ജീവിതത്തിൽ ആത്മികമായി കർത്താവിനെ അനുഭവിപ്പാനാണ് പറഞ്ഞത്. പലപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ ലിറ്ററൽ മീനിങ് കൊടുക്കുകയാണ് പലരും. അതായത് ആക്ഷരിക വ്യാഖ്യാനം. അത് ഒരിക്കലും ശരിയാകുകയില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മികമായി ക്രിസ്തുവുമായുള്ള ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സാക്ഷാൽ ജീവന്റെ അപ്പം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാനാണ് ജീവന്റെ അപ്പം. അത് മന്ന ക്രിസ്തുവിനെ കുറിക്കുന്നു. മന്ന ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ കുറിക്കുന്നു. ഈ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന മറ്റൊന്ന് അടിക്കപ്പെട്ട പാറയാണ്. മരുഭൂവാസികൾക്ക് അവർക്ക് ദാഹജലം കിട്ടിയത് അടിക്കപ്പെട്ട പാറയിൽ നിന്നാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ഈ പാറ ക്രിസ്തുവായിരുന്നു. നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട പാറ ക്രിസ്തുവാണ്.
അവൻ അടിക്കപ്പെട്ട കാൽവറി ക്രൂശിലാണ്. അത് ക്രൂശ് മരണത്തെ കുറിക്കുന്നു. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട രക്ഷയെ അത് വിളിച്ചറിയിക്കുന്നു. അതിലുപരിയായി പാറ അടിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ജലം പുറപ്പെടുകയായിരുന്നു. അത് പരിശുദ്ധാത്മാവിന് നിദാനമാണ്. ക്രൂശീകരണം കൂടാതെ പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നിട്ടില്ല. അതായത് നിങ്ങളോട് എന്നേക്കും നമ്മളോടുകൂടെ ഇരിക്കേണ്ടതിന് കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ചത് തന്റെ ക്രൂശീകരണത്തിന് ശേഷമാണ്. അപ്പോൾ അടിക്കപ്പെട്ട പാറ ക്രിസ്തുവിനെ കാണിക്കുന്നു. അതിൽ നിന്ന് ഒഴുകപ്പെട്ടതായ വെള്ളം ജീവജലത്തെ കാണിക്കുന്നു. അത് ക്രിസ്തുവിൽ നമുക്ക് വേണ്ടി പകർന്നു തന്ന പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഈ ചെങ്കടൽ കടന്ന് അക്കരയൊക്കെ വന്ന് അടിക്കപ്പെട്ട പാറയിൽ നിന്നൊക്കെ കുടിച്ച് മന്നയും ഭക്ഷിച്ച് വളരെ സന്തോഷമായി അവർ മുൻപോട്ട് പോകുമ്പോൾ അവരെ എതിരിടുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അമാലേക്ക് എന്ന. തലമുറയായി അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമാലേക്ക് എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ടവരുടെ എതിരാളിയായ പിശാചിനെ കുറിക്കുകയാണ്. അമാലേക്ക് വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനത്തിന്റെ എതിരാളിയെ കുറിക്കുന്നതാണ്. 3 കാര്യമാണ് നമുക്ക് എതിരായി നിൽക്കുന്നത്: ലോകം, ജഡം, പിശാച്. ഈ 3 ശക്തികളാണ് നമ്മൾ എപ്പോഴും എതിരിട്ടുകൊണ്ട് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 10ാമത്തെ കാര്യം അഗ്നിസ്തംഭവും മേഘസ്തംഭവുമാണ്. 40 വർഷം മരുഭൂമിയിലെ യാത്രയിൽ വെയിൽ കൊള്ളാതെ കൊട പിടിച്ചതുപോലെ ഒരു മേഘസ്തംഭം അവരുടെ മേലുണ്ടായിരുന്നു. രാത്രിയിൽ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല. ഒരു സ്തംഭം അവരുടെ മീതെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കാണിക്കുന്നത് ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവും ദൈവത്തിന്റെ കാവലുമാണ്. ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവും പ്രൊട്ടക്ഷനുമാണ് ഇത് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മരുഭൂമി യാത്രയിൽ അവൻ ഒരു നാളും നമ്മളെ വിട്ടുപിരികയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് കർത്താവ് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 11ാമത്തെ കാര്യം, മോശ അവരോട് പർവ്വതത്തിൽ നിറങ്ങി വന്ന് പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം ഒരു കൂടാരം ചമച്ചു. അതിന്റെ പേര് സമാഗമന കൂടാരം എന്നാണ്. സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ ദൈവം അധിവസിക്കുന്ന ടെന്റ് എന്നാണ്. ടാബർനാക്കിൾ, ദൈവം അധിവസിക്കുന്ന കൂടാരം. പ്രൈസ് ദി ലോർഡ്. അതെന്താണെന്ന് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ഞാനതിന് പ്രത്യേകിച്ച് വ്യാഖ്യാനം കൊടുക്കാതെ വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 9ാമത്തെ വാക്യം നോക്കിയാട്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായം 9-ാം വാക്യം. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോയി. നമുക്ക് ഇനി നമുക്ക് അതിന് വലിയ വ്യാഖ്യാനമൊന്നും ഗ്രീക്ക് ഒന്നും തേടി പോകണ്ട. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാണ്. ഏത് കൂടാരം? സമാഗമന കൂടാരം. ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാണ്. അത് ആരാധനയുടെ കേന്ദ്ര വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. മരുഭൂമി യാത്രയിൽ വീണ്ടെടുക്കപ്പെട്ടവർ കൂടാരത്തിൽ വന്ന് ദിനം പ്രതി യാഗം കഴിച്ച് ആരാധിച്ചതുപോലെ അവർ യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത വിശുദ്ധന്മാരായിരുന്നത് പോലെ നാമും ദിനം പ്രതി ഈ കൂടാരത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം. അതാണ് അതിന്റെ സാദൃശ്യം. ഈ കാലത്തേക്ക് അതൊരു സാദൃശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. 12ാമത്തെ കാര്യം ദൈവം കൊടുത്ത 10 കൽപ്പനകളാണ്. മോശ 40 ദിവസം
പർവ്വതത്തിൽ പോയിരുന്ന ദൈവത്തിന്റെ കൈകൊണ്ട് എഴുതി മോശയെ ഏൽപ്പിച്ച 10 നിയമങ്ങളാണത്. കൽപ്പനകൾ എന്ന് നമ്മൾ പറയുന്നെങ്കിലും 10 നിയമങ്ങളാണ്. ആ 10 നിയമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനത്തെ അത് കുറിക്കുന്നു. ഈ വചനം എവിടുന്ന് വന്നെന്ന് ചോദിച്ചാൽ ദൈവത്തിങ്കൽ നിന്ന് വന്നതാണ്. ദൈവത്തിന്റെ വാ കൽപ്പിച്ചതാണ്. നമ്മുടെ ഇരിക്കുന്ന വേദപുസ്തകത്തിൽ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയെന്ന് എല്ലാവരും പറയുന്നു, ശരിയാണ്. പക്ഷേ അത് യെശയ്യാവ് പറയുന്നു, അത് ദൈവത്തിന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവല്ലോ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ദൈവവചനമെന്ന് പറയുന്നത് അവന്റെ വാ കൽപ്പിച്ചതും അവന്റെ ആത്മാവ് കൂട്ടിച്ചേർത്തതുമാണ്. ഇത് എഴുതിയിരിക്കുന്നത് 34:16. വാക്യം പറഞ്ഞു. ഓക്കെ, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. യെശയ്യാവിന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യം പറഞ്ഞതും വായിച്ചതും. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഞാൻ തിരുതി വെച്ച് ഇങ്ങനെ പറഞ്ഞാല് കുറിക്കുന്നവർ കുറിക്കാനൊക്കെ ഞാൻ സാവകാശത്തിൽ പറഞ്ഞു വരികയായിരുന്നു. ഓക്കെ, അപ്പോൾ യെശയ്യാ പ്രവചനം 34-ാം അധ്യായം 16-ാമത്തെ വാക്യം, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ. ഈ പുസ്തകത്തിന്റെ പേര് മനുഷ്യൻ എഴുതിയ പുസ്തകം എന്നല്ല, ഇതിന്റെ പേര് യഹോവയുടെ പുസ്തകമാണ്. ദ ബുക്ക് ഓഫ് യഹോവ, യഹോവയുടെ പുസ്തകം, ബുക്ക് ഓഫ് യാവേ, യഹോവയുടെ പുസ്തകം. അതിൽ അന്വേഷിച്ച് വായിച്ചു നോക്കണം. അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കയില്ല എന്ന് പറഞ്ഞാൽ ഒരു വാക്യത്തിന് വേറൊരു വാക്യം ഒത്തുവാക്യം കാണും. അവന്റെ വായല്ലോ കൽപ്പിച്ചത്. ദൈവത്തിന്റെ വാ കൽപ്പിച്ചെന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് വന്നതാണ്. അതിനാണ് ഇൻസ്പിറേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അവന്റെ വായിൽ നിന്ന് വന്നതാണ്. അവന്റെ ആത്മാവയെ കൂട്ടിച്ചേർത്തതാണ്. പലരും പറയും വേദപുസ്തകം മനുഷ്യൻ കൂട്ടിച്ചേർത്തതാണെന്ന്, ചിലര് പറയും സഭ കൂട്ടിച്ചേർത്താന്ന് പറയും. ഇതിന്റെ എല്ലാം പിൻപിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. ഇത് ഏതെങ്കിലും ഒരു സഭാവിഭാഗക്കാര് കുത്തിക്കെട്ടിയ ഒരു പുസ്തകമല്ല, എന്നെയോ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തതാണ്. അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യരുത്, അതിനെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കരുത്, അത് വിട്ടുപോകരുത്. കാരണം 10ാമത്തെ നിയമം ദൈവം കൊടുത്തതാണ്. അപ്പോൾ പ്രതിരൂപം അല്ലെങ്കിൽ ടൈപ്പ് എന്നുള്ളത് 10 കാര്യം ഞാൻ പറഞ്ഞു. 1 മിസ്രയീം, 2 ഫറവോ, 3 ഇസ്രയേൽ, 4 മോശ, 5 പെസഹ, 6 ചെങ്കടൽ, 7 മന്ന, 8 അടിക്കപ്പെട്ട പാറ, 9 അമാലേക്ക്, 10 അഗ്നിസ്തംഭവും മേഘസ്തംഭവും, 11 സമാഗമന കൂടാരം, 12 10 കൽപ്പനകൾ. നോക്കുക, പുറപ്പാട് പുസ്തകത്തിന്റെ 1 മുതൽ 40 വരെയുള്ള അധ്യായത്തിന്റെ ഒരു സമ്മറിയായി ഇന്ന് രാത്രി പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഈ മനോഹരമായ പുസ്തകം നിങ്ങൾ ദയവായി ഒന്ന് വായിക്കണം. ഞാൻ അടുത്ത ക്ലാസ് മുതൽ 1-ാം അധ്യായം തൊട്ട് പഠിപ്പിക്കാം. ഇന്ന് ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് പ്രധാന വ്യക്തിയായി നിൽക്കുന്നത് മോശയാണ്. പുതിയ നിയമത്തിലെ കേന്ദ്ര ബിന്ദു ആരെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു. ഇനിയും 66 പുസ്തകം അടങ്ങുന്ന വിശുദ്ധ വേദ പുസ്തകത്തിന്റെ കേന്ദ്ര ബിന്ദു അതാരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുവാനാണ് 66 പുസ്തകവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കതിനകത്ത് കാണുവാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് അവങ്കിലേക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ജനം മോശയുടെ അടുക്കൽ വന്നു, പരാതിയുമായി മോശയുടെ അടുക്കൽ വന്നു, അവർക്കുള്ള കംപ്ലൈന്റ് മോശയുടെ അടുക്കൽ വന്നു.
മോശ ദൈവത്തോട് പറഞ്ഞു. മോശ ദൈവസന്നിധിയിൽ മധ്യസ്ഥനായിരുന്നു. എന്നാൽ മോശ മരിച്ചുപോയി. നമുക്കൊരേക മധ്യസ്ഥനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ കംപ്ലൈന്റുമായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലാം. അവൻ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നമ്മുടെ ഏക മധ്യസ്ഥനാണ്. നമുക്ക് വേറെ മധ്യസ്ഥന്മാരൊന്നുമില്ല. യേശുവിന്റെ ചാർച്ചക്കാരും ബന്ധക്കാരും ഒക്കെ വേറെ ഉണ്ട്. അവരുടെ ആരുടെ അടുക്ക പോകണ്ട, നമുക്ക് യേശുവിന്റെ അടുക്കലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. യേശു നമ്മുടെ ഏക മധ്യസ്ഥൻ. പ്രൈസ് ദി ലോർഡ്. തീമോഥെയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥൻ ഒരുവൻ മാത്രം, എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത ക്രിസ്തു യേശു തന്നെ. അവനാണ് നമ്മുടെ മധ്യസ്ഥൻ. അവന്റെ അടുക്കൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആവലാതിയുമായി ചെല്ലാം, നമ്മുടെ ആവശ്യങ്ങളുമായി ചെല്ലാം. ആശ്വസിപ്പിക്കുന്ന കർത്താവ്, ധൈര്യപ്പെടുത്തുന്ന കർത്താവ്, ബലപ്പെടുത്തുന്ന കർത്താവ് ഇന്ന് രാത്രി ലൈനിൽ വന്ന എല്ലാവരെയും ധൈര്യപ്പെടുത്തട്ടെ. ദയവ് ചെയ്ത് നിങ്ങൾ അടുത്ത ദിവസം വരുന്നതിന് മുമ്പേ പുറപ്പാട് പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ പഠിക്കണം. ഓരോ അധ്യായങ്ങൾ മുൻപോട്ട് പോകുന്തോറും ഓരോ കവർ ചെയ്ത് നിങ്ങൾ വായിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉപകാരമാണ് ഇത്. മറ്റുള്ളവരോട് പറയണം, മറ്റുള്ളവരെ ക്ഷണിക്കണം. ഇതൊരു സുവിശേഷ വേലയാണ്, ഇത് കർത്താവിന്റെ വേലയാണ്. നാം ഒന്നിച്ച് പ്രവർത്തിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.